Dear students, welcome back to International Trade. ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇക്കണോമീസ് ഓഫ് സ്കെയിലും അതുപോലെ തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും ഒരു ഇൻ്റർനാഷണൽ ട്രേഡിനെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ഇക്കണോമീസ് ഓഫ് സ്കെയിലും അതുപോലെ തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിനെ സഹായിക്കുന്നത് എന്നുള്ളത് കുറച്ച് കോൺസെപ്റ്റുകൾ മുൻനിർത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ വെച്ചുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അതുള്ളത് മനസ്സിലാക്കുക. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിലും ഇൻ്റർനാഷണൽ ട്രേഡും തമ്മിലുള്ള റിലേഷൻഷിപ്സ് കണ്ടു കഴിഞ്ഞു. അതിൽ നിന്നും വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതായത് എക്കണോമീസ് ഓഫ് സ്കെയിൽ എങ്ങനെയാണ് ഒരു കൺട്രിയുടെ ട്രേഡിനെ സഹായിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. ഇക്കണോമീസ് ഓഫ് സ്കെയിൽ രണ്ട് വിധത്തിൽ സംഭവിക്കാം. അതിലൊന്നാണ് ഇൻറ്റേർണൽ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേംസുകൾക്ക് ഉയർന്ന അഡ്വാൻറ്റേജ് ലഭിക്കുന്നു. ചെറിയ ഫേമുകൾക്ക് എന്താണ്, കുറച്ച് അഡ്വാൻറ്റേജ് മാത്രമായിരിക്കും ലഭിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും ഇവിടെ ഇൻഡസ്ട്രിയുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. ഇവിടെ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ കമ്മോഡിറ്റി കുറഞ്ഞ ചിലവിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദാറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസിങ് റിട്ടേൺസ് ഇൻ ദ പ്രൊഡക്ഷൻ. ഇനി ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് നിലനിൽക്കുന്നത് എങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നൊരു പ്രൈസ് ടേക്കറും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രൈസ് മേക്കേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ കുറവ് വരുത്തിക്കൊണ്ട് കൂടുതൽ വിൽക്കാൻ ശ്രമിക്കും. അതായത് ടു മാക്സിമൈസ് ദെയർ ഓൺ പ്രോഫിറ്റ്സ്. ഇവിടെ കുറച്ച് ഉൽപ്പാദകർ ഉള്ള അവസ്ഥയും അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ലാർജ്ലി ഡിഫറൻഷ്യേറ്റഡും ആയിരിക്കും. ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ലാഭം പരമാവധിയാക്കാൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നത്തിൻ്റെ വില കുറയുമ്പോൾ ഉൽപ്പാദകർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വില മാർജിനൽ റവന്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഒരു യൂണിറ്റ് അധികം വിൽക്കാൻ എല്ലാ ഉൽപ്പന്ന യൂണിറ്റുകളുടെയും വില കുറയ്ക്കുന്നു. അപ്പോൾ മാർജിനൽ കോസ്റ്റ് കർവ് ആവറേജ് കോസ്റ്റ് കർവിന് താഴെയായിരിക്കും. അതായത് മാർക്കറ്റുകൾ പരമാവധി ലാഭം നേടിയെടുക്കുന്നു ഉൽപ്പന്നത്തിൻ്റെ വില കുറച്ച് വിൽക്കുക വഴി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രധാനമായ ഒരു കമ്പോളമാണ് മൊണോപ്പൊളി. ഈ ഒരു മാർക്കറ്റിൽ എപ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AC കുറവാണ് MC കർവ്. MC കർവ് AC കർവിനേക്കാൾ താഴെയായിട്ട് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ കോസ്റ്റ് ഫംഗ്ഷൻ C=F+CQ എന്നുള്ളതാണ്. അതായത് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് C/Q ആയിരിക്കും. ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ F ഫിക്സഡ് കോസ്റ്റിനെയും C മാർജിനൽ കോസ്റ്റിനെയും അതുപോലെ തന്നെ Q എന്നത് ഔട്ട്പുട്ടിനെയും സൂചിപ്പിക്കുന്നു. ദെൻ ആവറേജ് കോസ്റ്റ് എന്നാൽ C/Q ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇവിടെ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ് വില. അതായത് മൊണോപ്പൊളി മാർക്കറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിനകത്ത് QM ആണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അവിടെ ഉൽപ്പന്നം വിൽക്കുന്ന വില എന്താണ്, C അല്ലെങ്കിൽ D എന്ന് പറയുന്ന പോയിന്റിലാണ് ആവറേജ് കോസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. ദെൻ ഉൽപ്പന്നത്തിൻ്റെ വില B എന്ന് പറയുന്ന പോയിന്റിലാണ്. ദെൻ ഇക്വിലിബ്രിയം പോയിന്റിൽ എന്താണ്, ഈ ഒരു മൊണോപ്പൊളി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫേമിൻ്റെ സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ കുറവ് വിൽപ്പന നടക്കുന്ന സമയത്ത് വില കുറയ്ക്കുക വഴി നഷ്ടം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഉയർന്ന സെയിൽസ് നിലനിൽക്കുമ്പോൾ പ്രൈസ് കുറയ്ക്കുക വഴി ലാഭം പരമാവധിയിലാക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സിറ്റുവേഷനിൽ വിലയിലും മാർജിനൽ റവന്യൂവിലും വരുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പിലും ചേഞ്ച് സംഭവിക്കുന്നു എന്ന് പറയാം.
അതായത് ഫ്ലാറ്റ് ഡിമാൻഡ് കർവ് ആണെങ്കിൽ, അതായത് നമുക്കറിയാം മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ചെറിയ പ്രൈസ് കട്ട് വഴി ഫേമിന് കൂടുതൽ വിൽപ്പന നടത്താനാകുന്നു. നേരെ മറിച്ച് സ്റ്റീപ്പ് ഡിമാൻഡ് കർവ് ആണെങ്കിലോ, അതായത് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ വിലയിൽ വലിയ കുറവ് വരുത്തിയാൽ മാത്രമേ കൂടുതൽ വിൽപ്പന നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഉയർന്ന പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നു. ഒളിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഇത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഒളിഗോപ്പൊളി ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, സോ ദേ ഹാവ് മേക്ക് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഉൽപ്പന്നത്തിൽ അവർ മൊണോപ്പൊളികളായിട്ട് മാറുകയും കോമ്പറ്റീഷൻ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, പുതിയ ഫേംസ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിൽപ്പന നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ റൈവൽസും എസ്റ്റാബ്ലിഷ്ഡ് ഫേംസും ഒരേ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മൊണോപ്പൊളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എല്ലാ ഫേംസും ഒരുപോലെയായിരിക്കും. ഡിമാൻഡും കോസ്റ്റ് കണ്ടീഷൻസും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഫേംസുകളുടെ എണ്ണവും അവയുടെ ആവറേജ് കോസ്റ്റും വിപണിയിൽ കാര്യമായ പങ്കുവഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫേമുകളുടെ എണ്ണവും വിലയും സന്തുലിത ഫേമുകളുടെ എണ്ണവും എല്ലാം ട്രേഡിൽ കാര്യമായ പങ്ക് വഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ സന്തുലിതാവസ്ഥ നിർണ്ണയിക്കാനാവൂ. ഈ ഒരു ഡയഗ്രത്തിൽ കോസ്റ്റും പ്രൈസും വൈ ആക്സിസിലും നമ്പർ ഓഫ് ഫേംസ് എക്സ് ആക്സിലും എടുക്കുന്നു. ഇൻഡസ്ട്രിയുടെ സിറ്റുവേഷൻ രണ്ട് കർവുകളായിട്ട് കാണിക്കുന്നു. ദാറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ബേബി കർവ്. അതായത് അത് കാണിക്കുന്നത് കൂടുതൽ ഫേംസ് നിലനിൽക്കുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വില കുറയുകയും ചെയ്യുന്നു. ആൻഡ് അപ്വേർഡ് സ്ലോപ്പിംഗ് എ കർവ് കാണിക്കുന്നത് കൂടുതൽ ഫേംസ് ഉള്ളത് കൊണ്ട് തന്നെ ആവറേജ് കോസ്റ്റും കൂടുതലാണ്. ഈ രണ്ട് സിറ്റുവേഷനിൽ ഈ രണ്ട് കർവുകളും തുല്യമാകുമ്പോഴാണ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ ഇ എന്ന പോയിന്റിൽ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. ഇ എന്ന പോയിന്റിൽ ഫേമുകളുടെ എണ്ണം N1 ആണ്. ഈ ഫേമുകളുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൈസ് എന്ന് പറയുന്നത് P1 ആയിരിക്കും. അത് AC-യോട് തുല്യമാണ്. ഇനി ഫേമുകളുടെ എണ്ണം കുറവായ അവസ്ഥ പരിഗണിക്കുക. അതായത് N ആണ് ഫേമുകളുടെ എണ്ണം എന്ന് കരുതുക. വില P ആണ്, ആൻഡ് ആവറേജ് കോസ്റ്റ് AC-യും. അതുകൊണ്ട് ഫേം മൊണോപ്പൊളി പ്രോഫിറ്റ് ആയിരിക്കും ഏൺ ചെയ്യുന്നത്. നേരെ മറിച്ച് ഫേമുകളുടെ എണ്ണം N1-നേക്കാൾ കൂടുതലാണ് എന്ന് കരുതുക. ദാറ്റ് ഈസ് N2. ദെൻ ഫേംസ് വുഡ് ഹാവ് പ്രൈസ് P2 ആൻഡ് AC ഈസ് ദ ആവറേജ് കോസ്റ്റ് ഈസ് ദ AC2. അപ്പോൾ ഫേമിന് നഷ്ടമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലാഭമാണ് ഏൺ ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ ഫേംസ് മാർക്കറ്റിലേക്ക് കടന്നു വരികയും അതല്ല നഷ്ടമാണെങ്കിൽ മാർക്കറ്റ് വിട്ട് പോവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വെൽഫെയർ ഇംപ്ലിക്കേഷൻസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ട്രേഡ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ ഒരു മാർക്കറ്റിൽ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ടെങ്കിലും ഇൻ്റർനാഷണൽ ട്രേഡ് ഇല്ല എങ്കിൽ, അതായത് ക്ലോസ്ഡ് എക്കണോമിയാണ് എങ്കിൽ അവർക്ക് കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം രാജ്യം ട്രേഡിൽ ഏർപ്പെടുകയും മറ്റൊരു മാർക്കറ്റിൻ്റെ സൈസ് വർദ്ധിക്കുകയും ചെയ്താൽ
കൂടുതൽ ഉൽപ്പാദനം കുറഞ്ഞ ചിലവിൽ നടത്താനായിട്ട് സാധിക്കുന്നു. ഡയഗ്രത്തിൽ ഇ എന്നത് ഇക്വിലിബ്രിയം സിറ്റുവേഷനാണ്. പി ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് ഫേംസ്. If there is an increase in the number of firms, AA curve shifts to AA1 and has no effect on BB curve. നമുക്ക് കാണാം പുതിയ ഇക്വിലിബ്രിയം പോയിൻ്റാണ് E1. നമ്പർ ഓഫ് ഫേംസ് ഇൻക്രീസ്ഡ് ടു N1. വില P1 ആയിട്ട് കുറയുകയും ചെയ്യുന്നു. അതായത് ഫേംസിൻ്റെ എണ്ണം വർദ്ധിക്കുക വഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു. ഗെയിൻസ് ഫ്രം ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ്, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ മാർക്കറ്റുകളിൽ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നു. അതിന് പ്രധാന കാരണം ഇക്കണോമീസ് ഓഫ് സ്കെയിലും കമ്പാരറ്റീവ് അഡ്വാൻറ്റേജും ആണ്. നമുക്കറിയാം ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ട്രേഡ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡും അതുപോലെ തന്നെ ഇൻ്റർ ഇൻഡസ്ട്രി ട്രേഡും. ദ ടു വേ ട്രേഡ് ഇൻ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് വിത്തിൻ ആൻ ഇൻഡസ്ട്രി ഈസ് കാൾഡ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ആൻഡ് ദ ട്രേഡ് ഇൻ എക്സ്ചേഞ്ച് ഇൻ ദ പ്രൊഡക്റ്റ് of one industry to the products of another is called inter industry trade. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് വഴി ഇക്കണോമീസ് ഓഫ് സ്കെയിൽ അഥവാ അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ഇൻ്റർ ഇൻഡസ്ട്രി ട്രേഡ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഫേംസ് ഒരേ വില തന്നെ ഒരു ഉൽപ്പന്നത്തിന് ഈടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് എക്സ്പോർട്ട് ഗുഡ്സിന് ഒരു വിലയും ആഭ്യന്തര വിപണിയിൽ സെയിം ഗുഡ്സിന് മറ്റൊരു വിലയുമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ ഒരേ ഉൽപ്പന്നത്തിന് വ്യത്യസ്ത ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത വില ഈടാക്കുന്നതിനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നു. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഡംപിംഗ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ആഭ്യന്തര വിപണിയിൽ ഉയർന്ന വിലയിലും അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞ വിലയ്ക്കും ലഭ്യമാക്കുന്നതിനെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. ഒരു എക്കണോമിയിൽ ഒരേ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. അവിടെ രണ്ട് മാർക്കറ്റുകൾ നിലനിൽക്കുന്നു, ഡൊമസ്റ്റിക് മാർക്കറ്റും അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റും. DM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിമാൻഡ് കർവ് ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇവിടെ ഉൽപ്പന്നത്തിന് ഈടാക്കുന്ന വില PD ആണ്. PD വിലയ്ക്ക് QD ഉൽപ്പന്നം ആഭ്യന്തര വിപണിയിൽ വിൽക്കപ്പെടുന്നു. നേരെ മറിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ ഈ ഫേം PF എന്ന വിലയ്ക്ക് ആവശ്യമുള്ള അത്രയും വിൽപ്പന ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആഭ്യന്തര വിപണിയിൽ ഈ ഉൽപ്പന്നത്തിന് ഉയർന്ന വിലയും അന്താരാഷ്ട്ര വിപണിയിൽ താഴ്ന്ന വിലയുമാണ് ഈടാക്കുന്നത്. കോസ്റ്റ് കണ്ടീഷൻസ് രണ്ട് വിപണിയിലും സെയിം തന്നെയാണ്. ലാഭം പരമാവധിയാക്കുന്നതിനായി ഫേംസ് MC = MR എന്ന പോയിന്റിൽ ഉൽപ്പാദനവും വിപണനവും നടത്തുന്നു. ഇവിടെ MRD എന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ മാർജിനൽ റവന്യൂ കാണിക്കുന്നു. ഇത് DM താഴെയായി വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സെയിം QD ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് PF എന്ന വിലയ്ക്കാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നത്. ഇവിടെ MCയും MRും തുല്യമാകുന്ന പോയിന്റിൽ ലാഭം പരമാവധിയാക്കുന്ന ഔട്ട്പുട്ട് QP ആണ്. അതായത് MC MR തുല്യമാകുന്ന ഔട്ട്പുട്ട് QD ഡൊമസ്റ്റിക് മാർക്കറ്റിൽ PD പ്രൈസിന് വിൽപ്പന നടത്തുന്നു. ആൻഡ് ടോട്ടൽ ഔട്ട്പുട്ട് QPയിൽ നിന്ന് QD കുറച്ചാൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന കമ്മോഡിറ്റിയുടെ അളവും നമുക്ക് ലഭിക്കും. ഇവിടെ PD എന്നത് PFനേക്കാൾ കൂടുതലാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫേംസ് സെറ്റ് എ ഹയർ പ്രൈസ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് എ ലോവർ പ്രൈസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ദാറ്റ് ഈസ് കാൾഡ് ഡംപിംഗ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും. ഇക്കണോമീസ് ഓഫ് സ്കെയിലും അതുപോലെ തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും നിലനിൽക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഒരു രാജ്യത്തിനകത്ത് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ട്രേഡ് അത് രാജ്യാന്തര തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ. അതായത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡംപിംഗ് നിലനിൽക്കുന്നു. ഡംപിംഗ് നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് കൺട്രീസ് അവരുടെ കമ്മോഡിറ്റീസ് വില കുറച്ചുകൊണ്ട് ലാഭം പരമാവധിയിൽ നേടിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്.
ദെൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, ലാർജ് സ്കെയിൽ അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആ ഒരു ട്രേഡിൽ ആ കൺട്രീസിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഇക്കണോമീസ് ഓഫ് സ്കെയിലും തമ്മിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ റിലേഷൻഷിപ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ഭാഗവുമായിട്ട് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.